ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നിങ്ങൾ എങ്ങനെ സുഖമായിട്ടിരിക്കുകയല്ലേ? ഞാനിവിടെ അടിപൊളിയായിട്ടിരിക്കുകയാണ്. അപ്പം നമ്മുടെ ഇന്നത്തെ ഒരു ചെറിയ വിശേഷത്തിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഒരു ഡേ ഇൻ മൈ ലൈഫ് പോലെയൊക്കെ വേണമെങ്കിൽ നമുക്ക് വിചാരിക്കാം. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്, ഞങ്ങൾ തലേന്ന് വർക്കലയിൽ പോയപ്പം രാവിലെ വണ്ടി റെയിൽവേ സ്റ്റേഷൻ അവിടെ വെച്ചിട്ടാണ് ബസ് സ്റ്റാൻഡിൻ്റെ അവിടെ വെച്ചിട്ടാണ് പോയത്. അപ്പം തിരിച്ചു വരുമ്പോൾ എടുക്കാമെന്ന് വെച്ചപ്പോൾ ഒടുക്കത്തെ മഴയായിരുന്നു. അപ്പം എടുക്കാൻ പറ്റിയില്ല. എൻ്റെ കയ്യിൽ മാത്രമേ റെയിൻ കോട്ട് ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഞങ്ങൾ ഇങ്ങോട്ട് ബസ്സിലാണ് വന്നത്. അപ്പം ഞങ്ങൾ ചോദിച്ചു രാവിലെ പോയി വണ്ടി എടുക്കാമെന്ന്. അപ്പം രാവിലെ ഒരു 10 മണിക്ക് ഇറങ്ങാന്ന് വെച്ചപ്പോൾ നടന്നില്ല. ഇറങ്ങി വന്നപ്പോൾ 11:30-12 മണിയായി. അപ്പം അറിയാലോ, ഉച്ച സമയത്ത് ഒടുക്കത്തെ വെയിൽ. അതും ഞാൻ ഈ ബ്ലാക്ക് ഡ്രസ്സും കൂടി ഇട്ടപ്പോൾ പിന്നെ ഒരു രക്ഷയില്ല എന്ന് വേണം പറയാൻ. അതിനിടയ്ക്ക് മാമിക്ക് മൂഡ് ഔട്ടായി. അവള് പിന്നെ ഒരു വല്ലാത്ത കരച്ചിലും ബഹളമൊക്കെ ആയിരുന്നു. പിന്നെ എങ്ങനെയൊക്കെയോ സോൾവ് ചെയ്ത് എടുത്തു. അപ്പം ഞാൻ അവളടുത്ത് പറയാം, വീഡിയോസിൽ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എന്നൊക്കെ പറയാം. അവൾക്ക് അത് പറയാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ അവൾ മൂഡ് ശരിയല്ലാത്തത് കൊണ്ട് അവൾ അതൊന്നും പറയുന്നില്ല. അപ്പം ഞാനും ചേച്ചിയും തമ്പാനൂർ എത്തി. എന്നിട്ട് നമ്മൾ കുറച്ച് ദൂരം നടക്കണം, കാരണം ബസ് സ്റ്റാൻഡിൻ്റെ അവിടെ പോകണ്ടേ. അങ്ങനെ ഒരു നടത്തമാണ്, അതും വെയിൽ സഹിച്ചെൻ്റെ പൊന്നു. അപ്പം ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഒരുപാട് പ്ലാനിങ് ഉണ്ടായിരുന്നു. ബസ് സ്റ്റാൻഡിൽ പോയി ഞങ്ങളുടെ വണ്ടി എടുക്കാം, വണ്ടി എടുത്തതിന് ശേഷം ചെറിയൊരു പർച്ചേസിങ് കാര്യങ്ങളൊക്കെ നടത്താം, എവിടെയെങ്കിലും പോവാം, അത് കഴിഞ്ഞിട്ട് സിനിമ കാണാൻ പോകണം എന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എല്ലാം ഫ്ലോപ്പായി. ചെന്നപ്പം തന്നെ ഞങ്ങൾ ലിഫ്റ്റിൽ കയറിയപ്പം എന്തെന്നറിയില്ല, ലിഫ്റ്റ് പോടില്ല. നമ്മൾ 3 അടിച്ചിട്ട് പോകുന്നില്ല. പിന്നെ നമ്മൾ ഇറങ്ങിയിട്ട് അടുത്ത ലിഫ്റ്റിലോട്ട് ലിഫ്റ്റിൽ കയറിയപ്പോൾ എൻ്റെ ചേച്ചിയും മാമിയും ബഹളം തന്നെയാണ്, ഡാൻസ്. കാരണം മാമിയുടെ മൂഡ് ശരിയല്ലാത്തതുകൊണ്ടാണ് എൻ്റെ ചേച്ചി ഇവിടെ കിടന്ന് തുള്ളുന്നത്. എനിക്ക് എൻ്റെ ഡ്രസ്സ് ഉണ്ടല്ലോ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എന്തെന്നറിയില്ല, ഇത് കുറേ വർഷത്തിന് ശേഷമാണ് ഇത് വീണ്ടും എടുത്തിടുന്നത്. അങ്ങനെ നമ്മൾ അവിടെ എത്തിയപ്പം കണ്ടോ ഗൈസ്, വെയിലും. എൻ്റെ വണ്ടി സ്റ്റാർട്ടാവുമെന്ന് എനിക്ക് ഉറപ്പില്ല. കാരണം എൻ്റെ വണ്ടി നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇത്തിരി സ്റ്റാർട്ടിങ് ട്രബിളൊക്കെ ഉണ്ട്. എങ്കിൽ കൂടിയും വണ്ടി എടുത്തിട്ട് ഈ വിശേഷം എന്ന് പറയുന്നത്, ഞങ്ങൾ വൈകിട്ട് സിനിമ കാണാൻ വേണ്ടി പോവുകയാണ്. അതും എത്ര മണിക്ക്, 6 മണിക്കുള്ള ഷോയ്ക്ക് 5:30 ഞങ്ങൾ വീട്ടിൽ നിൽക്കുന്ന ടിക്കറ്റ് എവിടെയെങ്കിലും ഉണ്ടോ എന്ന് തപ്പിപ്പിടിച്ചിട്ടാണ് പോകുന്നത്. ഒരു വല്ലാത്തൊരു ഓട്ടം തന്നെ ആയിരുന്നു. കാരണം നമ്മുടെ മൂവി എന്നറിയാലോ, തുടരും കാണാൻ വേണ്ടിയിട്ടാണ്. എന്തോ എനിക്ക് ഭയങ്കരമായിട്ടുള്ളൊരു മോഹൻലാൽ ഫാൻ ഗേളാണ് ഞാൻ. അപ്പം എനിക്ക് കാണണം, ചേച്ചിക്കും കാണണം. കാരണം റിവ്യൂസ് ഒക്കെ ഒരു രക്ഷയില്ല. അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ എവിടെ സീറ്റുണ്ട്, എവിടെയുണ്ട് ഞങ്ങളുടെ അവിടുത്തെ തിയേറ്ററിലൊന്നും ഇല്ല. പിന്നെ കാട്ടാക്കട പോവേണ്ടി വന്നു. പക്ഷെ പോയപ്പോൾ ഉണ്ടല്ലോ, എന്തെന്നറിയില്ല, ഏറ്റവും ഫ്രണ്ടിലാണ് ഞങ്ങൾ സീറ്റ് ബുക്ക് ചെയ്തത്. ഭയങ്കര കഴുത്ത് വേദനയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കാരണം ഏറ്റവും ഫ്രണ്ടിൽ അറ്റവും കൂടെ ആകുമ്പോൾ പിന്നെ പറയണ്ടല്ലോ. പിന്നെ എങ്ങനെയൊക്കെയോ അവിടെ ഇരുന്ന് അങ്ങോട്ട് ചെരിഞ്ഞ് ഇങ്ങോട്ട് ചെരിഞ്ഞൊക്കെയാണ് സിനിമ കണ്ടത്. തിയേറ്റർ ഉണ്ടല്ലോ, ഒരു രക്ഷയില്ല, ഒരു വലിയ തിയേറ്റർ. ഞങ്ങൾ ആദ്യമായിട്ടാണ് അവിടെ പോകുന്നത്. ഞങ്ങളുടെ വീടിൻ്റെ അവിടെ അല്ലെങ്കിൽ സിറ്റിയിലോട്ടൊക്കെയാണ് പോകുന്നത്. പക്ഷെ ഇങ്ങോട്ട് ഞങ്ങൾ ആദ്യമായിട്ടാണ് പോകുന്നത്. പക്ഷെ കിഡില്ല തിയേറ്റർ ആണല്ലോ. പിന്നെ മൂവിയെ കുറിച്ചൊന്നും പറയണ്ടല്ലോ, എല്ലാവരും കണ്ടതാണ്. കിഡിലം മൂവി എന്ന് പറഞ്ഞാൽ എൻ്റെ കിഡിലം മൂവി. ഞാനാണെങ്കിൽ അവിടെ ചെന്നിരുന്ന് കരഞ്ഞു. ആക്ച്വലി ഞാൻ ഭയങ്കരമായിട്ടൊരു ഇമോഷൻ പേഴ്സൺ ആണ്. എനിക്ക് പെട്ടെന്ന് സങ്കടങ്ങൾ വരെ എന്തെങ്കിലും കാണുമ്പോൾ. അതും ഈ മോഹൻലാലിൻ്റെ സിനിമയിൽ മോഹൻലാലിൽ ഇരുന്ന് കരഞ്ഞാൽ ഞാനും കൂടി ഇരുന്ന് കരയും. ആ ഗതി